എന്നും ചെടികളുടെ വിശേഷങ്ങളും അങ്ങനെ പാചകവും ഇങ്ങനെയൊക്കെ ആയിട്ടല്ലേ ഞാൻ നിങ്ങളെ എപ്പോഴും കണ്ടിട്ടുള്ളത്. ഇന്ന് പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. തികച്ചും വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണിത്. അതായത് നമ്മൾ ഈ സ്ട്രെസ്സും നമ്മുടെ ജീവിതത്തിലെ ആ ഒരു പിരിമുറുക്കങ്ങൾ എന്ന് പറയുന്ന സ്ട്രെസ്സ് അത് കുറയ്ക്കാനായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. പലത് ആസ്വാദനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. അതിലൊന്ന് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ ഗാർഡനിങ് ആണ്. ഗാർഡനിങ്ങിനകത്ത് നമുക്ക് സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാൻ പറ്റും. ആ പറഞ്ഞ പോലെ തന്നെ പാചകം നമ്മളുടെ ഒരു ഹോബിയാണ്. പാചകം ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യാം, നമ്മുടെ സ്ട്രെസ്സും കുറയും, അതിനിഷ്ടമുണ്ടെങ്കിൽ കുറയുകയും ചെയ്യും, നല്ലപോലെ ആഹാരവും കഴിക്കാം. ആ പറഞ്ഞ പോലെ തന്നെ വേറെ ഒരു മീഡിയമാണ് നമ്മൾക്ക് പെറ്റ്സിനെ വളർത്തുക എന്ന് പറയുന്നത്. പെറ്റ്സ് ഇതിനകത്ത് നമുക്ക് നമ്മുടെ സ്വന്തം സഹചാരികളാണ്. ഈ പെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ നല്ലപോലെ സ്നേഹിക്കുകയും വാത്സല്യക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ ഇതിൽ പരം വേറൊരു മരുന്നില്ല. അതായത് എൻ്റെ വീട്ടിൽ ഞാൻ കുറേ പെറ്റ്സിനെ വളർത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ വിശേഷങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഞാൻ ഹാർദവമായി ക്ഷണിക്കുന്നു. ഇത് കുട്ടനാടാണെന്നാണ് വിചാരിക്കുന്നത്. അല്ല, ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ചെറിയ സ്ഥലത്തെ മണ്ണ് മാറ്റി ചെറിയൊരു കുഴി പോലെ ആക്കി അതിനകത്ത് വെള്ളം നിറച്ചിട്ടിരിക്കുക. അതിനകത്താണ് ഇവർ കുളിക്കുന്നത്. വലിയ പൈസ ചിലവൊന്നുമില്ല. നമ്മുടെ ഒരു മാനുവൽ വർക്ക് മാത്രമേ ഇതിനകത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ വലിയ പൈസ ഉണ്ടാക്കുകയോ പൈസക്കാർക്കോ അല്ലെങ്കിൽ വലിയ സാഹചര്യങ്ങളുള്ളവർക്കോ മാത്രമല്ല ഇതൊക്കെ, നമുക്ക് എല്ലാവർക്കും ചെയ്യാം. നമ്മുടെ ഉള്ള ചുറ്റുപാടുകൾക്കനുസരിച്ച് നമ്മുടെ മനസ്സ് വെച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഈ പെറ്റ്സിനെ വളർത്തണം നിങ്ങൾ ആദ്യം മനസ്സ് വെക്കുക. അവയെ സ്നേഹിക്കാനൊരു മനസ്സുണ്ടാകുക. ഈ ചുറ്റുപാടുകളെ നമ്മുടെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകളും നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം. എത്ര ചെറിയ ചുറ്റുപാടാണെങ്കിലും ഇങ്ങനെ ആക്കിയെടുക്കാം. ഈ താറാക്കുട്ടങ്ങളുടെയും കോഴികളുടെയും സെക്യൂരിറ്റി ഗാർഡാണ് ഗിനിക്കോഴി. വീട്ടിൽ ആരെങ്കിലും വന്നാലുണ്ടല്ലോ പട്ടിയെ പോലാണ് കിടന്ന് ചേലച്ച് നമ്മളെ അറിയിക്കും. അവർ ഇതിൽ വന്നിരിക്കുന്നു. അന്നേരമാണ് നമ്മൾ അറിയുന്നത് വീട്ടിൽ നിന്ന് പുറത്ത് നിന്ന് ആരാണ്ട് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ വലിയൊരു കാര്യങ്ങളുമാണ്. പിന്നെ ആ സമയത്തും ചിലപ്പോൾ നമുക്ക് അലോസരമാവും ഇതിൻ്റെ ചിലപ്പോൾ. പിന്നെ കണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കിയാ വെള്ളത്താറാവുണ്ടല്ലോ. അവൻ ഭയങ്കര വൃത്തിക്കാരനാണ്. കുളിച്ചാലും അവന് മതിയാകത്തില്ല. വെള്ളയാക്കും. അവൻ്റെ തൂവലുകളെല്ലാം കോതി ഒതുക്കി ഭയങ്കര സുന്ദരനാ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടല്ലോ അല്ലേ. അപ്പം ഇതിനകത്ത് എനിക്ക് കിട്ടുന്നൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാനസിക ഉല്ലാസം കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വീട്ടാവശ്യത്തിനുള്ള മുട്ട കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല ഇത് മുട്ട ഇപ്പോൾ ഞാൻ പറഞ്ഞ മിച്ചം വരുന്ന മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് ക്യാഷും കിട്ടുന്നുണ്ട്. അപ്പം ഹെൽത്ത്, വെൽത്ത് ഇതെല്ലാം ഒരുമിച്ച് കിട്ടുന്നൊരു കാര്യം. മാനസിക ഉല്ലാസം ഇതെല്ലാം നമുക്ക് കിട്ടും. അതുമാത്രമല്ല വീട്ടാവശ്യത്തിനുള്ള വളവും കിട്ടും. കൊച്ചു കാര്യങ്ങളും കൊച്ചു സന്തോഷങ്ങളും എൻ്റെ താറാവും കൂട്ടങ്ങളുടെ കുളിയും ഒക്കെ കണ്ടല്ലോ. ഇഷ്ടമായോ? ഇനിയും ഇതുപോലുള്ള കൊച്ചു സന്തോഷങ്ങളുമായിട്ട് ഞാൻ പിന്നെയും വരാം.